ഹായ്, ഞാനേ ഇന്നൊരു ഇൻസെക്ട്സൈഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 5th ജനറേഷൻ ഇൻസെക്ട്സൈഡ് കൊറാജൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, കാരണം റേറ്റ് കുറച്ച് കൂടുതലാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ 10 ml എനിക്കൊന്ന് 180 സംതിങ് റേറ്റ് വരുന്നുണ്ട്, ഓർമ്മയില്ല. ഓക്കെ, ആ റേറ്റ് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. 10 ml എന്ന് ഓർക്കണം. അതുപോലെ 5th ഉണ്ട്, 6th ഉണ്ട്. പിന്നെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന എക്കാലിക്സ്, കാരാട്ടെ, ടാറ്റാമിഡ പോലെയുള്ള പണ്ടോട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാസം ആയിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉപയോഗിക്കാൻ. കാരണം ജൈവമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കും. പിന്നെ അവർ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ മിശ്രിതം, വെളുത്തുള്ളി മിശ്രിതം ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് വേറെ സാധനം പരിചയപ്പെടുത്താം. ട്രിപ്പിൾ അറ്റാക്ക്. ഇതൊരു ലിക്വിഡ് ബയോ ഇൻസെക്ട്സൈഡാണ്. അപ്പം ബയോ എന്ന് പറയുമ്പോൾ മറ്റൊരു ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ അണുക്കളെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളായിട്ടുള്ള ജീവികളെ ഇല്ലാതാക്കുന്ന മെത്തേഡ്. അത് കാരണം 3 ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പെറ്റിസിലിയ ഉണ്ട്, ബിവേറിയ ഉണ്ട്, മെറ്റർസിയ ഉണ്ട്. ബയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ടീരിയകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കത്തിയായനയുടെ നല്ലൊരു സാധനമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ അല്ലെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു പ്രാവശ്യം അടിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നി. ഒരു 48 to 72 hours ടൈം എടുക്കുന്നത് ആക്റ്റീവായി വരാൻ. കാരണം ഇത് ഒരു ചെറിയ ജീവാണുക്കളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം അതൊന്ന് ആക്റ്റീവായി വരണം. ഏറ്റവും നല്ല നമ്മുടെ വെള്ളീച്ച, അതുപോലെ തന്നെ ഇലകളിൽ പട്ടിപ്പിടിച്ചിരിക്കുന്ന മറ്റു കീടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നീരുറ്റി കുടിക്കുന്ന, അതിനൊക്കെ നല്ല സാധനമാണ്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അടിച്ചു കഴിയുമ്പോൾ ഈ കീടത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ബയോ ബാക്ടീരിയാസ് വളർന്ന് അതിൻ്റെ വളർച്ച ഇല്ലാതാക്കും. അങ്ങനെ അത് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റാണ്. എനിക്ക് 500 സംതിങ് രൂപ വരും. ഒരു ലിറ്ററിൽ 10 ml ആണ് ആവശ്യം വരും നമുക്ക് അടിക്കാൻ. അപ്പം പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 1-2 അടിക്കുന്നതിൽ തെറ്റില്ല. എല്ലാ ആഴ്ച അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സാധനങ്ങൾ. കാരണം ഇത് ജൈവ ആയതുകൊണ്ടാണ്. ഗ്രീൻ കാറ്ററിയാണ് കണ്ടോ, ഗ്രീൻ കാറ്ററിയ വരുന്നത്. ഒരു കുഴപ്പമില്ല, സേഫായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ സെയിം സാധനം പൊടിയും കിട്ടും. ഇത് ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ ഇതിൻ്റെ പൗഡർ ടൈപ്പും ഉണ്ട്. സെയിം റേറ്റാണ്. സെയിം റേറ്റിൽ ചെറിയൊരു 20-30 വ്യത്യാസമുണ്ട്. ഞാൻ ലിക്വിഡ് എടുക്കാൻ കാരണം നമുക്ക് അളന്നെടുക്കാൻ എളുപ്പമുണ്ട്. പൊടിയാകുമ്പോൾ നമ്മൾ തൂക്കിയെടുക്കണം. ഒരു 10 ഗ്രാം എന്നൊക്കെ അല്ലെങ്കിൽ 5 ഗ്രാം നമ്മൾ അളന്നെടുക്കണം. അതിൽ ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് അളവ് ചെറിയ പാത്രങ്ങളുണ്ടല്ലോ, നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് ഞാൻ വാങ്ങിയത് ബിഗ് ഹാറ്റിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കൊന്ന് 509 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത്. കാരണം ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 550 രൂപയ്ക്ക് കിട്ടി. ഇതിൻ്റെ MRP പറയുന്നത് 840 1 ലിറ്ററിന്. ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഇല്ല, ഇതാണ് ഏറ്റവും മിനിമം സൈസ് 1 ലിറ്റർ. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് 5, 10, 2 വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നമുക്ക് നല്ല സാധനം കാണുമ്പോൾ നമ്മൾ പറയണമെന്നില്ല എല്ലാ ആൾക്കാരോടും. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. നമ്മൾ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള ഇൻസെക്ട്സൈഡും വളങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. 10 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഈവനിങ് ടൈം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു 24 hours സമയം എടുക്കുന്നത് ആക്റ്റീവായി വരാൻ. കുഴപ്പമുള്ള കേസല്ല, അതിന് മുമ്പേ ആക്റ്റീവ് ആവും. ഇവർ പറയുന്ന ഒരു കണക്കാണ് 48 to 72 hours വേണമെന്ന് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അടിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നിയത് അതിന് മുമ്പേ പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.